Morning, sir. Morning. Is that file ready? Okay, sir. Ask Sunil to come. Yes, sir. ഏയ് അളിയനാണല്ലോ. അളിയാ അളിയാ അളിയൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തില്ല അളിയാ. ലീവ് ഒന്ന് കമ്പനി സംസാരിക്കട്ടെ. ദേ ഇവിടെ ആഘോഷങ്ങളൊക്കെ റെഡി ആക്കിട്ടാ. പിന്നെ നമ്മുടെ പെങ്ങളുടെ ഓപ്പറേഷനും ഉണ്ട് ട്ടാ. ആ ഓക്കെ അളിയാ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ഓഫീസിൽ കയറണ്. ഓക്കെ ശരി. ഓക്കെ അളിയാ, ശരി. മേ കം ഇൻ സർ? Yes, coming. Take your seat. താങ്ക് യു സർ. Sunil, as you know, we are all in a sinking ship right now. All this COVID thing feels like a nightmare. Anyway, God help us all. I don't know how to tell you about this, but the director board has come up with this terrible idea of firing some of us for delaying the collapse. And your name has come up too. That's why I called you. I'm sorry, Sunil. വാ മക്കളെ. അളിയന്റെ ഒരു സന്തോഷേ. അമ്മേ സുഖല്ലേ? സാറേ, വീടെത്തി. ഈ കോവിഡ് ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. നാട്ടിലേക്ക് എത്തിയത് തന്നെ വലിയ കാര്യം. 14 ദിവസത്തെ ക്വാറന്റൈൻ അല്ല, നഷ്ടപ്പെട്ട ജോലി. വാടാ മക്കളെ. ആ സുനിലേട്ടാ, വാ വാ വാ, കേറിരിക്കെ.
നമ്മൾ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കണത് അളിയന്റെ കൂടെയുള്ള സന്തോഷാണ്. അതന്നെ. ഇനിയിപ്പൊ എന്തായാലും ഹാപ്പിയാണ്. അതെ. അടുത്ത കൊല്ലം നമുക്ക് കൂടണട്ട. പിന്നെന്താ, കൂടാലോ. എൻജോയ്. എന്തായാലും അളിയ മനസ്സിന് സന്തോഷായി. കാണാ അടുത്ത കൊല്ലം കാണണം. കാണും. അടിച്ചു പൊഴിക്കണം. ആ, എൻജോയ്. ശരി. ശ്രദ്ധിച്ച് അതാണ്. പൊക്കോളൂട്ടാ. നല്ല ഫിറ്റല്ലേ? എന്താ അളിയനൊരു വിഷമം? എന്താ അളിയാ? എനിക്കൊരു തുള്ളി വെള്ളം വേണം. ഈ അളിയന്റെ ഒരു കാര്യം. എനിക്ക് മാത്രമുള്ള വെള്ള. അളിയാ, ദേ നല്ല വെള്ളം. അതെ പെങ്ങളെ, ആദ്യം വെള്ളം കുടിക്കാൻ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടാ, വേറെ ഒന്നും വിചാരിക്കല്ലേ. ചാർലി സാറല്ലേ? ഞാൻ ശിവൻകുട്ടിയാ. ആ നമ്മുടെ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. 50 ലക്ഷം. സാറ് പറഞ്ഞ പോലെ 1 കോടി കിട്ടില്ല. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് അഡ്വാൻസ് മേടിക്കേ. നമുക്കിപ്പോൾ ആവശ്യം പണമാണ്. നാളെയോ മറ്റന്നാളോ ഞാൻ നാട്ടിൽ വരും. വന്ന ഉടനെ കരാറ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇവ ഈ നിലയ്ക്ക് പോയാലേ കുടുംബടക്കം വിറ്റ് കുട്ടിച്ചോറാക്കും. നമ്മക്കത് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കമ്മീഷൻ കിട്ടിയാ മതിയേ. അപ്പൊ പറഞ്ഞ മാതിരി 50 ലക്ഷം ഓക്കെ അല്ലേ? ഓക്കെ, എഗ്രി. എഗ്രി. കൃഷ്ണേട്ടാ, നമ്മുടെ സുനിലേട്ടൻ വന്നിട്ടുണ്ട്. സുനിലേട്ടാ വാ. ഹായ് ജെയിംസ്. ഇതാ ഞാൻ പറഞ്ഞ കൃഷ്ണേട്ടൻ. ദേ ഈ ഷെഡിലാണ് കൃഷ്ണേട്ടന്റെ താമസം. ഇദ്ദേഹത്തിന് പുതിയ വീട് പണിയാനേ ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ തുക അങ്ങ് കൊടുക്കല്ലേ? ആ, കൊടുക്കാം. ഇതാ. അപ്പൊ കൃഷ്ണേട്ടാ, ഒരു നല്ല കാര്യം നടക്കല്ലേ? നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഏയ് സുനിലേട്ടൻ വാ. സുനിലേട്ടനല്ലേ കൊടുക്കേണ്ടത്. ആ. എന്റെ അളിയാ നോക്ക്, അയാൾക്ക് കുറച്ച് പൈസക്ക് ടൈറ്റാ. ചുളുവിലിങ് പോരും. ശിവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഐ, ശിവനോ? ഞാനില്ലേ അല്ലക്കവനെ ഞാന്. അപ്പോ കച്ചവടം ഉറപ്പിക്കല്ലേ? 50 ലക്ഷം അഡ്വാൻസ്. 50 ഉള്ളൂ. 50 ഉള്ളോ? പൈസ മേടിക്കല്ലേ? ഓക്കെ. അപ്പോ തീരുമാനിച്ച പോലെ. ഹായ്, ഐ ആം ചാർലി. അപ്പൊ ശിവൻകുട്ടി പറഞ്ഞ പോലെ 50 ലക്ഷത്തിന് ഇപ്പൊ കരാർ ഉറപ്പിക്കണം. ബാക്കി രജിസ്ട്രേഷന് മുന്നേ. ഓക്കെ ഓക്കെ. റെഡി അല്ലേ? ഓക്കെ. അളിയാ, ആ ക്യാഷ് എടുത്തേ. കേശു, കിഴക്കും പടിഞ്ഞാറൊക്കെ ശരിയായിട്ടുണ്ട്. ഐശ്വര്യേട്ടാ പൈസ കൊടുത്തേ. സാർ ഇതാ കൊടുത്തേ. ഇതാ. ഈശ്വരാ. ഓക്കേ.
അന്ന് കൃഷ്ണേട്ടന്റെ വീടിന് സുനിലേട്ടൻ നന്നായി സഹായിച്ചു. ഇന്ന് നമുക്ക് നല്ലൊരു പിടുത്തം പിടിക്കണം. ശരിയാ, നല്ലൊരു പിടുത്തം പിടിക്കാം. ഇയാൾ കോർണ്ടല്ലാടാ. ഇയാളെ പൈസയും വേണ്ട, സംഭാവനയും വേണ്ട, വിട്ടോടാ. സാറേ പെട്ടെന്ന് വിട്ടോ. അളിയാ, ഇന്ന് നമുക്ക് വിദേശി വേണ്ട, സ്വദേശി മതി. ആളിയാ നിർത്ത് നിർത്ത്. അളിയോ, ഇതാണ് ആരും കാണാത്ത പതി. നോക്കിയാ അതെയാ? വാ, തേന്തുള്ളി പോലത്തെ കിട്ടിയാ മതിയായിരുന്നു. ഉവ്വ ഉവ്വ. കേരുവാളിയാ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ പതി? ഇതാണോ പതി? ആ, ഇതാണ് പതി. അല്ല, ഏത് ഈ പതി? ദാ ബെന്നി, അച്ചായാ, ഇങ്ങോട്ട് തിരി. ഷാപ്പിലെ കല്ല് കുടിക്കുവാൻ എന്തൊരു രുചിയാ പൊന്നലിയ. കുടിച്ചാലും മൂന്തിയാലും തുള്ളി പോലൊരു കള്ളവി. ചിഞ്ചക്കൻ ചിഞ്ച ചിഞ്ചക്കൻ ചിഞ്ച ചിഞ്ചക്കൻ ചിഞ്ച ചിഞ്ചക്കൻ ചിഞ്ച ചിഞ്ച ചിഞ്ച. സുനി, ഞാൻ പോണ്. ഈ ബില്ല് നീ കൊടുക്കട്ടാ, എന്നിട്ട് നമുക്ക് കാണാം. ഒരു അർജന്റ് ഉണ്ട് എനിക്ക്. ഓക്കെ, ഇവനൊരു ആണല്ലോ അളിയോ. അപ്പൊ ഈ ബില്ലും അളിയന്റെ തലയിലായി. അത് പോട്ര. ഒക്കെ പൂ. അയ്യോ, നിന്റെ കാര്യം പോക്കാണല്ലോ. അയ്യോ, അളിയാ വണ്ടി എടുത്തേ, വണ്ടി എടുത്തേ. ശിവൻകുട്ടി അല്ലാ പോണേ. പിടിക്കവനെ. അവിടെ നിക്കടാ, അവിടെ നിക്കടാ, നീ അവിടെ നിക്കടാ, അവിടെ നിക്കടാ. എനിക്ക് ഓടാൻ വയ്യ അളിയാ. ക്രോസ് ചെയ്യേ, ക്രോസ് ചെയ്യേ. അവിടെ നിക്കടാ. എവിടാ നിന്റെ ചാർലി? ഒട്ടിക്കളിയാ ഒന്ന്. നിങ്ങൾ രണ്ടുപേരും കളിക്കണല്ലോ. ചെയ്യല്ലേ, എന്നെ ഇടിക്കല്ലേ പ്ലീസ്. ഇല്ലടാ. അതെ, ചാർലി മുങ്ങിയതാ. ചാർലി ചതിച്ചു. എല്ലാവരും പറ്റിച്ച് ചാർലി മുങ്ങി നാട് വിട്ടു. സാറേ ക്ഷമിക്കണം. രക്ഷപ്പെട്ടു. ആ, നീ ഇപ്പൊ പൊക്കോ, അന്ന ഞാൻ എടുത്തോളാം. അവൻ പോട്ടെ, വാളിയാ. മോളെ, അമ്മ എവിടെയാ? ആച്ചാ, അമ്മ റൂമിലുണ്ട്. ഹോസ്പിറ്റലിൽ പോവാൻ നാളെ മാമൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ, വിഷമിക്കണ്ട. ശരി അച്ഛാ. ശരി മോളെ. വാ മാമ. ആ മോളെ, അമ്മേ, ദാ മാമൻ വന്നിട്ടുണ്ട്. അളിയന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. പിന്നെ നാളെയാണ് ഇപ്പൊ നിങ്ങക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ്. അറിയാം. നാളെ ചെക്കപ്പ് അല്ലേ ഉള്ളൂ, ഓപ്പറേഷനൊക്കെ പിന്നീടല്ലേ. ഞാൻ നേരത്തെ വരാം, പിന്നെ ടെൻഷനൊന്നും വേണ്ടാട്ടാ. മക്കളെ, മാമ പോവാട്ടാ. അതിനുള്ളതൊക്കെ അളിയൻ കണ്ടിട്ടുണ്ടാവും പെങ്ങളെ. എന്നാ ശരി. ശരി. എന്നെ പരീക്ഷിക്കല്ലേ ഭഗവാനെ. ഓപ്പറേഷൻ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ.
ആളെ ഇങ്ങോട്ട് വന്നേ. എവിടെ ഇരുന്നേ? ആ ഇരിക്കെ. അളിയാ, 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടും അളിയ എന്തിനാ വിഷമിക്കണേ? പിന്നെ പെങ്ങളുടെ കാര്യം, അതിനുള്ള തുക അളിയൻ കരുതിയിട്ടുണ്ടല്ലോ അല്ലേ അമ്മേ? മക്കള് വിഷമിക്കണ്ട, ജോലി പോയത് പോട്ടെ, മറ്റൊരു കമ്പനിയിലേക്ക് നോക്കാലോ. നോക്കിയേ, പെങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വിഷമിച്ചിരുന്ന പോയതെല്ലാം തിരിച്ചു കിട്ടുമോ? അളി ഇത് കഴിച്ചേ. വിഷമിച്ചിരുന്നോണ്ട് ഈ പോയതൊക്കെ തിരിച്ചു കിട്ടുമോ? അളിയന്റെ ഒരു കാര്യം. മോളെ നിർത്ത ആകെ വന്നോടത്ത് കാണാം. ഇതിപ്പോ ആരെ ഈ നേരത്ത്? അത് ശരി, നീയാ. നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ എന്റെ മുമ്പിൽ വരരുന്ന്. എനിക്കൊരു കാര്യം പറയണ്ട്. നീ ഒരു കാര്യം പറയണ്ട, എന്റെ മുമ്പിൽ വരുന്ന എന്നോട് നീ കളിക്കണം. അയ്യോ അടിക്കല്ലേ? അളിയോ ഒന്ന് നിർത്ത്. ഇതെന്താണ് അളിയ? അതല്ല, ഇത് നമ്മുടെ അതന്നെ. മക്കൾ വിഷമിക്കണ്ട, ആ എല്ലാം ശരിയാകും. സുനിൽ ബായ്, സൂക്ഷിച്ചു നോക്കണ്ട, ഞാൻ തന്നെയാ പഴയ ചാർലി. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പെട്ടിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അതിൻ്റെ പേരിൽ നിങ്ങളെയൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വന്നു. സഞ്ജയ്, ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ 50 ലക്ഷം രൂപയും അതിൻ്റെ പലിശയാണ്. എന്നോട് പുറത്തേക്ക്. മോളെ, ചാർലി, സാഹചര്യങ്ങളല്ലേ സുനിലേട്ടാ. അളിയാ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഓക്കെ അല്ലേ? ഓക്കെയാണ്, പക്ഷേ ഒരടി. ആ ഒരടിയുടെ കുറവ് ആൾക്കുണ്ട്. സോറിട്ടാ. ഓക്കെ. പട്ടിണിയും പരിവട്ടവും മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന ഒരു നാടിന്റെ രക്ഷകരായി ഉയർന്നു വന്ന ഒരു കൂട്ടം ആളുകളാണ് പ്രവാസികൾ. നാം ഇന്ന് അനുഭവിക്കുന്ന സുഖത്തിലും സന്തോഷത്തിലുമെല്ലാം അവരുടെ വിയർപ്പിന്റെ നനവുണ്ട്. എന്നു മുതലാണ് നമ്മൾ അവരെ വെറുത്തു തുടങ്ങിയത്? ഈ ഒരു മഹാമാരി നമ്മയെയും വിഴുങ്ങുമെന്ന ഘട്ടം വന്നപ്പോൾ ഇതിനേക്കാൾ വലിയ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നവരാണവർ. അപ്പോഴൊക്കെ സ്വന്തം കുടുംബത്തിന്റെ മുഖം മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. 4 ആൾ കൂടുമ്പോഴുള്ള മഹത്വവൽക്കരണത്തിൽ ഒതുങ്ങുന്നു നമുക്ക് അവരോടുള്ള സ്നേഹം. പണത്തിന്റെ മേമ്പൊടി ഇല്ലാതാകുമ്പോൾ അവർ വെറും കറിവേപ്പില. പാടിപ്പുകഴ്ത്തലുകളില്ലെങ്കിലും വെറുക്കാതിരുന്നുകൂടെ നമുക്കവരെ?